ഹായ് നമസ്കാരം, ഞാൻ ജിനേഷ് ചിത്രംപള്ളി. എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ നിൽക്കുന്ന നമ്മളെ കണ്ണൂർ ജില്ലയിലെ കാർത്തികപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയിട്ടുള്ള അടിപൊളി ഒരു തോട്ടമുണ്ട്. മൊത്തം 6 ഏക്കർ സ്ഥലമാണ്. അതിനകത്ത് റബ്ബർ, തെങ്ങ്, കൊക്കോ, കവുങ്ങ് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള അടിപൊളി ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്. അതിനകത്ത് 2 വീടും കൂടി ഉണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നത്, എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫേസ്ബുക്കിലൊക്കെയാണ് നമ്മളെ വീഡിയോ കാണുന്നത്, എല്ലാവരും നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നേരിട്ട് പോയി നോക്കിയിട്ട് വരാം അല്ലെ. അതെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതിപ്പോ നമ്മള് മെയിൻ റോഡിൽ നിന്ന് വരുന്ന വഴിയാണ്. ഇതിപ്പോ നമ്മളെ പറമ്പിന് ചാരിയുള്ള വഴിയാണ്. പിന്നെ നമ്മളെ പറമ്പ് ഈ കാണുന്നതാണ് പറമ്പ്. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാണ്, കുറെ ഉണ്ട് നമുക്ക് കാണാന്. നമ്മളെ സ്ഥലം എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ഏകദേശം ഒരു 38-40 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഇപ്പൊ നമ്മളെ ഈ ഒരു സ്ഥലം ഉള്ളത്. കാർത്തികപുരം എന്നാണ് നമ്മളെ സ്ഥലത്തിന്റെ പേര്. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പൊ നല്ല മഴ ഉണ്ട്. അപ്പൊ മഴ നമുക്ക് നോക്കാം. നമുക്ക് പോയി നമ്മളെ പറമ്പൊക്കെ മൊത്തം ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലെ. പോയി നോക്കാം അല്ലെ. നമുക്ക് പോയി നോക്കാം. ഇത് നമ്മളെ പറമ്പിൽ നല്ല കായ്ക്കണം. ഇതുപോലെ ഏകദേശം ഒരു 140-150 തെങ്ങുണ്ട്. ഇതുപോലെ ഇഷ്ടം പോലെ തെങ്ങുണ്ട്. ഒക്കെ നല്ല കായ്ക്കണല്ലേ. നല്ല അടിപൊളിയായിട്ട് കായ്ക്കുന്ന തെങ്ങുകളല്ലേ. അതെ, നല്ല പറമ്പൊക്കെ നല്ല അടിപൊളി നീറ്റായിട്ട് കിടക്കാണ്. പറമ്പൊക്കെ നല്ല പറമ്പാണ്. മറ്റേ തെങ്ങുണ്ട്, കുറച്ച് റബ്ബർ ഉണ്ട്, അങ്ങനെ കുറെ സംഗതികളുണ്ട്. കൊക്കോയൊക്കെ ഉണ്ട്. ഇതേ കുറെ കൊക്കോ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പോയി നോക്കാം നമുക്ക്. എല്ലാം പോയി നോക്കാം നമുക്ക്. ഇത് കണ്ട നമ്മളെ പറമ്പില് നല്ലൊരു പ്ലാവ് കണ്ടോ, നല്ലോണം കായ്ക്കുന്ന നല്ല വലിയൊരു പ്ലാവാണ്. അതുപോലെ ഇത് എന്താ ഇയൽവാക എന്ന് പറയല്, ഇയൽവാക. ഇങ്ങനെ കൊറേ മരങ്ങളും ഉണ്ട്. പ്ലാവായിട്ടും മാവായിട്ടും ഒക്കെ ഇഷ്ടം പോലെ മരങ്ങളും ഉണ്ട്. ഏകദേശം ഒരു 10-40 എണ്ണം ഉണ്ട് ഇതുപോലത്തെ അല്ലേ. പിന്നെ ഇതുപോലത്തെ നല്ല വണ്ണുള്ള വാഗത ഒരു 10-15 എണ്ണം ഉണ്ട് നമ്മളെ ഈ ഒരു പറമ്പില്. പിന്നെ ഇതിലൊക്കെ കുരുമുളകും പിടിച്ചിട്ടുണ്ട്. നിറയെ കുരുമുളക് കായം പിടിച്ചിട്ടുണ്ട് അതില്. തെങ്ങൊക്കെ നോക്കി നല്ലോണം കായ പിടിക്കുന്ന അടിപൊളി തെങ്ങുകൾ. എല്ലാ സംഗതികളും ഉണ്ട് നമ്മളെ ഈ ഒരു പറമ്പിൽ. നമുക്ക് പോയിട്ട് ഇനിയും പോയി നമ്മൾ അന്ന് പകുതിയായിട്ടുള്ളൂ പറമ്പിന്റെ. ഇനിയുണ്ട് കൊറേ കാണാനായിട്ടില്ല. ഇനിയുണ്ട് കൊറേ പോയി കാണാൻ നമുക്ക്. നമ്മള് വന്ന വഴിയാണിത്. നേരെ നമ്മളെ പറമ്പിനെ ചാരിയുള്ള വഴിയാണ്. അത് നേരെ വന്നിട്ട് നമ്മളെ മുറ്റത്തേക്കാണ് വന്നെത്തുക. അപ്പൊ ഇത് നല്ലൊരു വീടും കൂടെ ഉണ്ട് നമ്മളെ പറമ്പില്. അതൊക്കെ ഒന്ന് പോയിട്ട് കാണിച്ചു കൊടുക്കാം നമുക്ക്. ഇപ്പൊ നമ്മള് വന്നിട്ട് നമ്മളെ പറമ്പില് നല്ലൊരു വീടൊക്കെ ഉണ്ട്. അപ്പൊ ഇനി അതൊക്കെ ഒന്ന് കേറി കണ്ടു നോക്കാം നമുക്ക്. നല്ലൊരു വീട് ഇങ്ങനെ കാണുമ്പോ അല്ലേ, നല്ല വീട്. അപ്പൊ നമുക്ക് വീടിന്റെ അകത്തോട്ടൊക്കെ ഒന്ന് കേറിയിട്ട് അകത്തെ എന്താ പറയാ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം നമുക്ക്. അപ്പൊ നമ്മൾ അകത്തോട്ട് കേറുമ്പോ തന്നെ ഹാള് നല്ല സൗകര്യമുള്ള വലിയ ഹാളാണ്. പിന്നെ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും. കുറച്ച് പഴയ വീടാണ്. എന്നാലും നല്ല അത്ര പഴക്കം തോന്നൂല അല്ലേ. പിന്നെ ജനലൊക്കെ നോക്കിയേ പഴയ രീതിയിലല്ലേ, ഇങ്ങനെ ഗ്രില്ലും ഒക്കെ ചെയ്തിട്ട് ഗ്ലാസ് ഒക്കെ ഇട്ട്. പിന്നെ ഇത് നമ്മള് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ റൂമാണുള്ളത്. അത്യാവശ്യം സൗകര്യമുള്ള റൂം തന്നെയാണ്. ഇവിടെ താമസമൊന്നുമില്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇതായി കിടക്കുന്നത്. മൊത്തം ഈ വീടിന് 4 ബെഡ്റൂം ആണുള്ളത്. നമ്മള് ഇവിടുന്ന് സിറ്റ് ഔട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഹാളിലോട്ട് കയറുമ്പോ ഹാള് നല്ല സൗകര്യമുള്ളതാണ്. എല്ലായിടത്തും സീലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഇതാണ് രണ്ടാമത്തെ റൂം ഉള്ളത്. മുൻവശം ആസ്പെറ്റോസും ഇവിടെ പുറകുവശം ഓടുവാണിട്ടുള്ളത്. പിന്നെ നമ്മള് ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെയാണ് അടുത്ത റൂം ഉള്ളത്. ഇത് വേണേ റൂമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുകയും ചെയ്യാം അല്ലെ. ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങാനുള്ള ഒരു ഡോറും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാല് ഉണ്ടല്ലേ. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെയാണ് അടുക്കള ഉള്ളത്. ഇവിടെ വിറകടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉപയോഗിക്കാത്ത വീടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിടക്കുന്നത്. എന്നാലും അത്ര പഴക്കമൊന്നും തോന്നൂല അല്ലേ. പിന്നെ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെയാണ് വർക്ക് ഏരിയ ആയിട്ടുള്ളത്. ഇവിടെ നല്ല സൗകര്യം ഉണ്ട്. ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കാനുള്ള സൗകര്യം ഉണ്ട്. അതുപോലെ ഒരു അരകല്ലൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ അല്ലെങ്കിൽ ചെറിയ റൂമായിട്ട് അങ്ങനെ ഉപയോഗിക്കാം അല്ലേ. ഇതെന്താ ഒരലല്ലേ. പഴയ കാലത്തെ ഒരല്. ഇപ്പൊ നമ്മളെ വീടിന്റെ അകത്തെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. ഇനി നമുക്ക് പുറത്തു പോയിട്ട് ഇനിയും കുറെ ബാക്കി കാര്യങ്ങൾ കാണാനുണ്ട് നമ്മളെ പറമ്പില്. അപ്പൊ നമ്മള്
പറമ്പിലൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം നമുക്ക്. നമ്മള് വീടൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മള് പുറത്തോട്ട് ഇറങ്ങി നമുക്ക് വെള്ളവും സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പൊ ഇനി അതൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. പിന്നെ ഇത് നമ്മളെ വീടിനോട് ചാരി തന്നെ പുറത്ത് കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ബാത്റൂമാണ്. പിന്നെ അതുപോലെ ഇതേ ഇവിടെ ഒരു പശുക്കൂടും കൂടെ ഉണ്ട്. പശുക്കളൊക്കെ വളർത്തണമെന്നുണ്ടെങ്കിൽ 2-3 പശുക്കളൊക്കെ കെട്ടാനുള്ള സൗകര്യം ഉണ്ട് അല്ലേ? ഇനി നമുക്ക് വെള്ളത്തിന്റെ ഒന്ന് പോയി നോക്കാം. കിണറുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ പറമ്പിനോട് ചാരിയിട്ട് ഈ തൊഴുത്തിനോട് ചാരിയിട്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റും കൂടി ഉണ്ട്. അതൊന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഉപയോഗിക്കുകയും ചെയ്യാം. ഇതാണ് കിണർ ഇവിടെ അപ്പുറത്താണുള്ളത്. വെള്ളമൊക്കെ ഉണ്ടോ എന്ന് പോയി നോക്കാം നമുക്ക്. ഇവിടെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. നമ്മളെ പറമ്പിലോട്ട് മറ്റേ കവുങ്ങിന് നനയ്ക്കാനും തെങ്ങ് നനയ്ക്കാനും എല്ലാത്തിനും സൗകര്യത്തിന് ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അപ്പോൾ നമ്മളെ വീട് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് കണ്ടല്ലേ, തെങ്ങൊക്കെ നോക്കിയാൽ നല്ല കാഴ്ച ഉണ്ടല്ലേ. ഇവിടെയാണ് നമ്മളെ കിണറുള്ളത്. ഒക്കെ നല്ല കായ്ക്കുന്ന തെങ്ങുകളാണ്. പിന്നെ ഇതേ കുറെ മഹാഗണി അങ്ങനത്തെ കുറെ മരങ്ങൾ വട്ടേണ്ട ഉണ്ട്. അങ്ങനെ കുറെ മരങ്ങളൊക്കെ ഉണ്ട്. നല്ല സൗകര്യമുള്ള നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അതായത് കൃഷിയൊക്കെ ചെയ്ത് താമസിക്കാൻ പറ്റിയ ആൾക്കാർക്ക് പറ്റിയ അടിപൊളി സ്ഥലമാണ്. നല്ല മണ്ണും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മളെ പറമ്പിലെ എല്ലാ പഴവർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. മാവ് ഉണ്ട്, അതുപോലെ മുട്ടപ്പഴത്തിന്റെ മരം ഉണ്ട്. അങ്ങനെ കുറെ സാധനം അവിടെ നോക്കിയ പ്ലാവൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായില്ലെല്ലാം. പിന്നെ ഒരു കശുമാവ് ഉണ്ട്. കൃഷിക്കൊക്കെ പറ്റിയ നല്ല മണ്ണുകളൊക്കെ കണ്ടില്ലേ. ഈ മഞ്ഞളും ഒക്കെ നട്ടു വെച്ചേക്കണോ. അതുപോലെ ഇഞ്ചിയൊക്കെ നോക്കി, കുരുമുളകൊക്കെ നല്ലോണം കായ്ക്കുന്നുണ്ട് അല്ലേ. ഇനി കപ്പ, ചേന, ചേമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കൃഷികൾക്കൊക്കെ പറ്റുന്ന സ്ഥലമാണ്. കുരുമുളകൊക്കെ അത് പന്നിയൂർ കുരുമുളകാണ്. അത് നല്ലോണം കായം പിടിക്കണ്ടല്ലോ ഇല്ലേ. കൃഷിയോടൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയ സ്ഥലമാണ് കേട്ടോ. അതായത് ഇപ്പൊ കുറഞ്ഞ വിലക്കൊക്കെ ഇപ്പൊ ഒരുവിധം എല്ലായിടത്തും സ്ഥലങ്ങളൊക്കെ കിട്ടണല്ലേ. അപ്പൊ ഇതുപോലത്തെ സ്ഥലം കിട്ടാൻ നല്ല സൗകര്യമായിരിക്കില്ലേ കൃഷിയെല്ലാം ചെയ്യാന്. വെള്ളത്തിന് ടൗണിനോട് അടുത്ത് വെള്ളമുണ്ട്. ഇനിയിപ്പോ ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നല്ല ടൗൺ ഉണ്ട്. അടിപൊളി ടൗൺ അല്ലേ കാർത്തികപുരം. പിന്നെ നമ്മളെ പറമ്പിൽ ഇതേ കൊക്കോയൊക്കെ ഒരു 10-50 കൊക്കോയുടെ മരങ്ങളുണ്ട്. ഇഷ്ടം പോലെ നല്ല അടിപൊളിയായിട്ട് കായ്ക്കുന്നത്. ഒക്കെ നല്ലോണം കായ്ക്കണ മരങ്ങളാണ് അല്ലേ. ഇതിപ്പോ അതിന്റെ സീസൺ കഴിഞ്ഞു വന്നിട്ട് ഇപ്പൊ അതിൽ കായ കാണാനായിട്ടാണ്. പക്ഷെ നല്ലോണം നല്ല നല്ല മരങ്ങളുണ്ട്. മുകളിലുള്ള കൊക്കോയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ആദ്യം ഇഷ്ടം പോലെ കൊക്കോ ഉണ്ട്. ഇതിപ്പോ നമ്മളെ ഇയൽവാഗ എന്ന് പറഞ്ഞ മരമാണ്. നല്ല അടിപൊളി മരം, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകണാണ്. നല്ല പൊക്കമുണ്ട് അല്ലേ. നല്ല കാതുള്ള അടിപൊളി മരമാണിത്. ഇതേപോലത്തെ ഏകദേശം ഒരു 15 എണ്ണം ഉണ്ട്. അവിടെയൊക്കെ നോക്കിയാൽ നല്ല വലിയ നല്ല വണ്ണുള്ള മരം ഉണ്ടായിരുന്നത്. നമുക്ക് റബ്ബറൊക്കെ നോക്കല്ലേ. ഇതേ നമ്മളെ പറമ്പിലെ റബ്ബറാണ്, നല്ല റബ്ബർ. ഇതേ 105 ആണ് ഏട്ടായി. 105 കുറച്ച് വെട്ടുള്ളൂ അല്ലേ. ആകെ 2 വർഷം വെട്ടിയിട്ടുള്ള 105 ഇനത്തിൽപ്പെട്ട നല്ല അടിപൊളി മരങ്ങളാണ്. ഏകദേശം ഒരു 10-350 റബ്ബർ ഉണ്ട്. ഇതേപോലെ ഇങ്ങോട്ടൊക്കെ ഇതുപോലെ നല്ല നല്ല മരങ്ങളുണ്ട് അല്ലേ. പറമ്പൊക്കെ നല്ല അടിപൊളി തോട്ടാട്ടോ. നല്ല സൂപ്പർ തോട്ടാണ്. ഇങ്ങനെ കാടൊന്നും കേറി മോശമായിട്ടൊന്നുമില്ല അല്ലേ. മൊത്തൊക്കെ നല്ല നല്ല മരങ്ങളാണ് അതിലെല്ലാം. നമ്മളെ പറമ്പ് ചെറിയൊരു സ്ലോപ്പ് ഉണ്ട്. പിന്നെ നമ്മളെ പറമ്പിൽ ഇതിപ്പോ ഒരു 350 മരം ഇതേപോലത്തെ അല്ല ഇങ്ങനത്തെ മരങ്ങൾ 350 എണ്ണം. പിന്നെ താഴെ ഒരു 250 തൈമരം ഉണ്ട്. അതൊരു മൂന്നാം വർഷമാണ്. എല്ലാം 105 ഇനത്തിൽപ്പെട്ടതാണ്. പിന്നെ നമ്മളെ പറമ്പിന് നമ്മൾ കയറി വരുന്നിടത്ത് കണ്ട മരങ്ങൾ ഏകദേശം ഒരു 150 എണ്ണം. മൊത്തം നമ്മുടെ പറമ്പിൽ തയ്യും എല്ലാം കൂടിയും കൂട്ടിയിട്ട് 750 റബ്ബറാണ് ഉള്ളത്. പിന്നെ അവിടെയാണ് ഇപ്പൊ നമ്മളെ വീട് ഉള്ളത്. പിന്നെ അവിടെയാണ് റബ്ബർ ഉള്ളത്. ഇനി നമുക്ക് ഇങ്ങനെ ഇതിലെങ്ങനെ പോയിട്ട് ഇവിടെ മുകളിലൊരു വീടുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് പോയി നോക്കാം. പിന്നെ ഇതാണ്ട് നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ ഒരു 10-50 കൊക്കോയുടെ മരങ്ങളുണ്ട്. ഇഷ്ടം പോലെ നല്ലോണം കായ പിടിക്കുന്ന നല്ല കൊക്കോയുടെ മരങ്ങളുണ്ട് ഉണ്ടല്ലേ. പിന്നെ വേറെ കാര്യം കൊണ്ട് നോക്കിയേ, നമ്മളെ പറമ്പില് കാട്ടുമൃഗങ്ങളെ ശല്യമൊന്നും ഇല്ലാന്നില്ല തെളിവാണ്. കപ്പയായിട്ടും ചേമ്പായിട്ടും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളെ പറമ്പില്. ഇതൊന്നും നശിപ്പിച്ചു പോയിട്ടില്ല. പിന്നെ എന്താ വെച്ചാല് പന്നിയോ അങ്ങനത്തെ കാട്ടുമൃഗങ്ങളോ കാര്യങ്ങളോ ഒരു ശല്യമോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ പറമ്പിലില്ല. എല്ലാ കൃഷിയും പറ്റും. ഇത് ഈ കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇതൊക്കെ എല്ലാം മാതി മറിച്ച് കളയൂലേ. ഇപ്പൊ നമ്മളെ പറമ്പില് 2 വീടാണ് ഉള്ളത്. അല്ല, ഒരു വീട് ഇപ്പൊ നമ്മള് കാണിച്ചു തന്നു. ഈ രണ്ടാമത്തെ വീട് ഇവിടെ. പിന്നെ നമ്മളെ പറമ്പിൽ ഏകദേശം ഒരു 150 റബ്ബർ വേറെ ഉണ്ട്. മുകളില് കുറച്ച് 150 റബ്ബർ ഉണ്ട് പറഞ്ഞില്ലേ. ഇതേപോലത്തെ 105 ഇനത്തിൽപ്പെട്ട ഒക്കെ നല്ല നല്ല മരങ്ങളല്ലേ. ഒരു സൈഡിൽ കുറച്ച് ഭാഗം മാത്രമേ വെട്ടിയിട്ടുള്ളൂ. ഇത്ര ഭാഗം മാത്രമേ വെട്ടിയിട്ടുള്ളൂ.
അപ്പൊ ഇത് ഈ ഒരു തോട്ടം നമ്മൾക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താമസിക്കാനോ അല്ലെ പണിക്കാർക്കൊക്കെ താമസിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ അതേപോലെ കൃഷിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആരെങ്കിലുമൊക്കെ എന്താ പറയാ എടുത്തിട്ട് ഇപ്പൊ നമുക്ക് അവിടെ താമസിച്ചിട്ട് നമുക്ക് താഴത്തെ വീട്ടിൽ താമസിച്ചിട്ട് പണിക്കാർക്കൊക്കെ നിൽക്കാനൊക്കെ നല്ല അനുയോജ്യമായുള്ള നല്ലൊരു വീടും കാര്യങ്ങളൊക്കെയാണ്. ഇത് ചെറിയൊരു മെയിൻ്റെനൻസ് വർക്ക് ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് താമസിക്കുകയും ചെയ്യാം. അതിനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അപ്പൊ നമുക്ക് ഈ ഒരു വീടും കൂടെ കാണാം അല്ലേ? പോയി നോക്കാം. നമ്മൾ ഈ ഒരു വീട്ടിനകത്ത് ഒരു റൂമും ഒരു ഹാള് ഒരു അടുക്കള അത്രേ ഉള്ളൂ. ഇത് കുറെ കാലമായിട്ട് താമസമല്ല. അപ്പൊ ചാവി ഇല്ല. അപ്പൊ ഉള്ളു കാണിച്ചു തരല്. അപ്പൊ അതിന്റെ വീടിന്റെ അകവശം കാണിച്ചു തരാൻ കഴിയില്ല. വീട് ഇപ്പൊ ഉപയോഗിക്കണമില്ല, പൂട്ടിയിട്ടേക്കാണ്. പിന്നെ ഈ ഒരു വീടും സ്ഥലവും നമ്മള് പറമ്പൊക്കെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എടുത്തിടാൻ പറ്റിയ അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണ്, പറമ്പും കൂടിയാണ്. കാര്യം വെച്ചാൽ എല്ലാ ആദായങ്ങളും ഉണ്ട്. റബ്ബറും തെങ്ങും ഇങ്ങനത്തെ എല്ലാ സംഗതികളും ഉണ്ട് നമ്മളെ ഈ ഒരു പറമ്പില്. അപ്പൊ അവർക്കൊക്കെ വളരെ എന്താ പറയാ ഉപകാരമായിരിക്കും ഇങ്ങനത്തെ സ്ഥലങ്ങൾ മേടിച്ചിരുന്നത്. റിട്ടയർമെന്റ് ലൈഫ് നല്ല എന്താ പറയാ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കാൻ പറ്റുന്നവർക്ക് നല്ല അനുയോജ്യമായുള്ള അടിപൊളി സ്ഥലമാണ്. ഇനിയിപ്പോ നിങ്ങളൊരു കൃഷി ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മളെ പറമ്പില് പിന്നെ നമുക്കിപ്പോ കുറച്ച് പശുക്കളൊക്കെ മേടിച്ച് അങ്ങനെ നമ്മളെ പറമ്പൊക്കെ നോക്കി കൊണ്ടുവരുന്ന അങ്ങനെയൊക്കെ ചെയ്യാനും നല്ലൊരു അനുയോജ്യമായിട്ടുള്ള പറമ്പും ഒരു സ്ഥലവും കൂടിയാണ് നമ്മളത്. പിന്നെ നമ്മുടെ പറമ്പില് ഇതാണ് മേളിൽ കൂടെ ഒരു വഴിയുണ്ട്. പിന്നെ ഇത് അല്ലാതെ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലെ സ്വന്തമായിട്ട് ഇതിലൊരു വഴി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെട്ടി കൊടുക്കുകയും ചെയ്യാം. അതായത് ഇതിലെ നേരെ അവിടുന്ന് ഇങ്ങനെ പഞ്ചായത്ത് റോഡ് പോകുന്നുണ്ട്, ടാറിംഗ് റോഡ് പോകുന്നുണ്ട് അങ്ങോട്ട്. പിന്നെ ഇവിടുന്ന് ഏകദേശം ഒരു 50 മീറ്റർ അത്ര ദൂരമേ ഉള്ളൂ നമ്മൾ ഈ ആ ടാറിംഗ് റോഡിലോട്ട് വരാനുള്ളത്. അപ്പൊ അങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ വഴി വെട്ടി കൊടുക്കുകയും ചെയ്യും. പിന്നെ നമ്മളെ പറമ്പിൽ ഏകദേശം ഇതേപോലത്തെ ഒരു 150 റബ്ബർ ഉണ്ട് മുകളിൽ. പിന്നെ താഴെ ഇപ്പൊ നമ്മളൊരു 350 റബ്ബറും ഒരു 250 റബ്ബർ തൈമരം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഏറ്റവും ടോപ്പിൽ ഇതേപോലത്തെ ഒരു 150 മരമാണല്ലോ. എല്ലാം 105 ഇനത്തിൽപ്പെട്ട നല്ല നല്ല മരങ്ങളാണുള്ളത്. പിന്നെ നമ്മളെ പറമ്പിൽ ഇതാണ് തേക്കുണ്ട്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ നമ്മളെ ഈ ഒരു സ്ഥലത്ത്. പിന്നെ നമ്മളെ ഇതിന്റെ അടുത്തുള്ള ടൗൺ എന്ന് പറഞ്ഞാൽ കാർത്തികപുരമാണ്. കാർത്തികപുരം ടൗണിലോട്ട് പോകാൻ ഏകദേശം 1.5 കിലോമീറ്റർ ആണുള്ളത്. പിന്നെ നമ്മളെ ഈ ഒരു കാർത്തികപുരം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് താളിപ്പറമ്പിൽ നിന്ന് വരാനായ ഒരു 30 കിലോമീറ്ററും പിന്നെ അവിടുന്ന് നമുക്ക് കാർത്തികപുരത്ത് നിന്ന് കണ്ണൂരിന് പോകാൻ ഏകദേശം ഒരു 50 കിലോമീറ്റർ ആണുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ പൈതൽമല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ ദൂരമുള്ളൂ. പൈതൽമല എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. പിന്നെ നമ്മൾ ഈ ഒരു പറമ്പിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ 2 ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഉള്ളത്. പിന്നെ ഒന്ന് ഇവിടെ നമ്മളെ മണക്കടവും ഒന്ന് ഉദയഗിരിയും. പിന്നെ സ്കൂൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പറഞ്ഞല്ലോ. പിന്നെ കാർത്തികപുരത്ത് തന്നെ പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളിയുണ്ട്. പിന്നെ അമ്പലം, പള്ളി, ചർച്ച് എല്ലാ ഇതും ഉണ്ട്, സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് അടുത്തടുത്ത് ഇഷ്ടം പോലെ വീടുകളുണ്ട്. കണ്ടില്ലേ, നല്ല നല്ല അടുത്തടുത്ത് വീടുകളുണ്ട്. അപ്പൊ എല്ലാവർക്കും നമ്മളെ ഒരു പറമ്പ് എല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നല്ല സൂപ്പർ സ്ഥലമാണ്. 6 ഏക്കർ സ്ഥലം കൃഷിക്കും മറ്റേ എന്ത് സൗകര്യത്തിനും പശു ഫാമോ അങ്ങനെ എന്തെങ്കിലും ഫാമോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ റിട്ടയർമെന്റ് ആയിട്ട് ആർക്കെങ്കിലൊക്കെ എടുത്തിടണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് നല്ല അനുയോജ്യമായ സ്ഥലമാണ്. പിന്നെ കർഷകരായൊക്കെ ആരെങ്കിലൊക്കെ അല്ലെ കർഷകർക്കൊക്കെ നല്ല അനുയോജ്യമായുള്ള സ്ഥലം അതിന്റെ കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇതിനകത്ത് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ സംഭവങ്ങളും ഉണ്ട്. റബ്ബർ ഉണ്ട്, തെങ്ങുണ്ട്, കൊക്കോ ഉണ്ട്, കവുങ്ങുണ്ട്, അന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ വെള്ളത്തിന്റെ സൗകര്യമാണ് എന്താ പറയാ വെള്ളത്തിന്റെ സൗകര്യം നല്ല എന്താ പറയാ ഒരുപാട് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള അടിപൊളി സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ആർക്കെങ്കിലൊക്കെ എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഇതിന് പാർട്ടി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം 75 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ഏക്കറിന് ഏകദേശം ഒരു 12-12.5 ലക്ഷം രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എടുക്കണം എന്നൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഇതിന്റെ ഓണർ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുക്കാം. അപ്പോൾ അവരുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇങ്ങനെ കുറഞ്ഞ വിലക്കൊക്കെ പറമ്പ് ഇതുപോലെ എടുക്കണമെന്നൊക്കെ താല്പര്യം ഒരുപാട് ആൾക്കാരുണ്ടാവും. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.